ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം മരണസംഖ്യ ഉയരുന്നു. ഇപ്പോൾ 10 മരണമായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ദില്ലി സ്ഫോടനത്തിൽ 10 മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇപ്പോൾ പറയൂ വിഷ്ണു, പറയൂ. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വലിയ തലത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NIA, NSG ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയ ഒരു ജാഗ്രത അല്ലെങ്കിൽ ആശങ്കയിലാക്കിയ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരണം ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് സ്ഫോടനം നടക്കുന്നത്. അതും ഒരു മെല്ലെ വന്ന ആ കാറ് റെഡ് ലൈറ്റിലേക്ക് ട്രാഫിക് സിഗ്നലിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ആ കാറ് പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിച്ച കാറിൽ നിന്നും സമീപത്തുള്ള വാഹനങ്ങളിലേക്കും തീ പടർന്നു പിടിച്ച് വലിയ തലത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോകുന്നു. മരണസംഖ്യ ഉയരുന്നു. ഇപ്പോൾ 10 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ഗുരുതര സാഹചര്യം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു അപകടം അല്ലെങ്കിൽ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോഴും പ്രതികരിക്കുന്നത്. അതായത് വൈകിട്ട് 6:52 സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷം 2 മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഈ 2 മണിക്കൂർ പിന്നിടുമ്പോഴും എന്താണ് ഈ അപകടത്തിന്റെ അല്ലെങ്കിൽ സ്ഫോടനത്തിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഇപ്പോഴും